ഹലോ ഗൈസ്, മെയ്ജോ എഫ് കെ. നമുക്കൊരു തലക്കറി വെക്കാം. തലക്കറിയായിട്ട് കുറച്ച് തലയുടെ പീസാണ്, മിക്സറാണ് തല. അതിന് നമുക്കൊരു 6 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കാം. കുടംപുളി, ഒരു വലിയ കുടംപുളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയൊക്കെ വേണമല്ലോ. അങ്ങനെ പാത്രം വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 4 തണ്ട് കറിവേപ്പില, അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിലേക്ക് തട്ടി മൂപ്പിക്കണം. മസാലപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇതാണ് മസാല. അപ്പോൾ സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടി തട്ടി കൊടുക്കാം. മസാലപ്പൊടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ ചെറിയ തീയിൽ വെക്കണം, വലിയ തീയിൽ വെച്ചാൽ കരിഞ്ഞു പോകും. ഇതുപോലെ നല്ലോണം ഇട്ട് ഇളക്കിയെടുക്കുക. ഇടവും വലവും ഇടവും ഇളക്കുക. ഇതുപോലെ നല്ലോണം ഇളക്കുക. അതേപോലെ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവിടെ നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെക്കുക. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്ത് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക, പകുതി ലാസ്റ്റ് ഇടാം. തക്കാളി ഇട്ട് മൂടി വെക്കുക. തക്കാളി ഒന്ന് വേകട്ടെ. തക്കാളി വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഇളക്കി അതിലേക്ക് നമ്മുടെ തലയിട്ട് കൊടുക്കുക. തലയിട്ട് നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിക്കണം. മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, അപ്പോൾ നല്ലോണം ഒന്ന് യോജിപ്പിച്ച്, തലയായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിക്കാം. 10 മിനിറ്റ് മതിയാവും. തലേന്ന് പറഞ്ഞാൽ നല്ലോണം വെന്തോട്ടെ, കാരണം എല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോരാനല്ലേ മജ്ജ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇവനൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. 10-15 മിനിറ്റ് ഇന്ന് വെന്തോളും. അപ്പോൾ തലക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊള്ളല, ആഹാ, കൊള്ളാം, സൂപ്പർ കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ മെയ്ജോ എഫ് കെ.